ഓരോ ദിവസം ചെല്ലുന്തോറും കുംഭമേളയുടെ മഹിമ കൂടിക്കൊണ്ടേയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് എത്തുന്നത്. ലക്ഷക്കണക്കിന്. അതെ, എന്നാലും ഇപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം 11.5 കോടിയോളമായി. ഇന്നലെ മാത്രം 1.25 കോടിയോളം ഭക്തർ സ്നാനം നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. പ്രയാഗ്രാജിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിനോദ്, രജനി, അതായത് ഇവിടേക്ക് തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ വലിയ ഒഴുക്ക് തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ, ഇന്നലെ രാത്രി വരെയുള്ള ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 11.47 കോടി, അതായത് 11.5 കോടിയോളം തീർത്ഥാടകർ ഇതുവരെ ഇവിടേക്ക് ഈ കുംഭമേളയിലേക്ക് എത്തിയിട്ടുണ്ട്, സ്നാനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ. അതായത് ഇന്നലെ മാത്രം സർക്കാരിൻ്റെ ഇന്നലെ മാത്രമുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം 1.25 കോടിക്ക് മുകളിൽ തീർത്ഥാടകർ ഇവിടേക്ക് സ്നാനത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ. ആകെ ഇത്രയും ദിവസത്തിനുള്ളിൽ ആകെ ഇവിടേക്ക് എത്തിയ തീർത്ഥാടകരുടെ എണ്ണം, സ്നാനത്തിന് വേണ്ടി എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 11.47 കോടി ആയിട്ടുണ്ട്. അതായത് ഇതുവരെയുള്ള 10 ദിവസത്തെ കണക്കുകളാണിത്. 11.5 കോടിയോളം തീർത്ഥാടകർ ഇതുവരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ. ഒപ്പം ഇന്നലത്തെ മാത്രം കണക്കുകൾ പ്രകാരമാണെങ്കിൽ 1.25 കോടിയോളം തീർത്ഥാടകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാർ ഔദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടിരുന്നു. അതായത് ഇവിടേക്ക് എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 10 കോടി കവിഞ്ഞു എന്ന് പറഞ്ഞൊരു കണക്ക് മിനിഞ്ഞാന്ന് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും 11.5 കോടിയോളം തീർത്ഥാടകർ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് എന്തായാലും പുറത്തുവിടുന്നത്. അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. വരുന്ന ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് നാളെയാണ് അമിത്ഷാ ഈ ഒരു കുംഭനഗരിയിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം, അമിത്ഷായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് അമിത്ഷാ എത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള സുരക്ഷാ സേനയുടെ ട്രയൽസ് ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതായത് ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിനുള്ള സുരക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ സേനയുടെ പ്രത്യേക ട്രയൽ ഇന്നലെ നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടേക്ക് തീർത്ഥാടകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ തുടരുന്നുണ്ട്. നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് 11.25 കോടിയോളം തീർത്ഥാടകർ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന 29-ാം തീയതി അടുത്ത പ്രധാനപ്പെട്ട സ്നാനത്തിൻ്റെ തീയതിയുള്ളത് 29-ാം തീയതിയാണ്. ആ 29-ാം തീയതിയിലേക്കും അതിനോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇതിനൊക്കെ ഉത്തർപ്രദേശ് സർക്കാർ കൃത്യമായി റിവ്യൂ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിനോദ്, രജനി. പ്രയാഗ്രാജിലേക്ക് കോടിക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. 11.5 കോടിയോളം ഭക്തർ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ഫെബ്രുവരി 15 വരെ ഈ ചടങ്ങ് നീളുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിൽ ഒരു ദിവസം 1 ലക്ഷം ആളുകൾ പോലും എത്തിയിരുന്നില്ല. 70,000 ഒക്കെ ആയിരുന്നു അതിൻ്റെ കണക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാം കൂടി നോക്കിയാൽ പോലും ഒരു 50 ലക്ഷം ആളുകൾ പോലും ഭക്തർ ആണ് അവിടെ എത്തുന്നത്. അതുപോലും നിയന്ത്രിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ പെടാപ്പാടുപെടുകയാണ്. അപ്പോഴാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കോടിക്കണക്കിന് ആളുകൾ, ഇപ്പോൾ ഇത്രയും ദിവസമേ ആയുള്ളൂ, 11.5 കോടിയോളം ആളുകൾ എത്തിയിരിക്കുന്നു. ഇതുവരെ വലിയ പരാതികളോ അവിടുത്തെ ഭക്തർ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നതായി വാർത്തകൾ വരുന്നില്ല, അല്ലേ? എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ എത്തിച്ചേരുന്ന ഒരു മഹാസംഗമ ഭൂമി.